താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന മലയാള സിനിമാ ലോകം. മോഹൻലാൽ നായകൻ. പരസ്യ സംവിധാനം ചെയ്ത പരിചയവുമായി VA ശ്രീകുമാർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഫീച്ചർ ചിത്രം. VR ഷെട്ടി എന്ന വ്യവസായി പൈസ ഇറക്കുന്നു. MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് VM ശ്രീകുമാർ മഹാഭാരതം എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത്. 600 കോടിക്ക് ചിത്രം നിർമ്മിക്കുന്നുവെന്ന് ആദ്യം മോഹൻലാൽ വെളിപ്പെടുത്തിയപ്പോഴേ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഇപ്പോൾ പറയുന്നു 1000 കോടിക്കാണ് സിനിമ നിർമ്മിക്കുന്നതെന്ന്. ഞെട്ടലല്ല, കൗതുകമാണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്. ലോക സിനിമയിൽ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രമാണ് ജെയിംസ് കാമറോൺ സംവിധാനം ചെയ്ത അവതാർ. 1200 കോടി രൂപ ചിലവിട്ടാണ് അവതാർ നിർമ്മിച്ചത് എന്നാണ് കണക്കുകൾ. എന്നിട്ടും ചിത്രത്തിന് 2000 കോടിക്ക് താഴെ മാത്രമേ കളക്ഷൻ നേടാൻ കഴിഞ്ഞുള്ളൂ. എന്നിരുന്നാലും ലോകം കണ്ട ഏറ്റവും വലിയ വിജയമാണ് അവതാറിൻ്റേത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. അപ്പോൾ മഹാഭാരതമോ? ഒരു ഫിക്ഷൻ ഹോളിവുഡ് ചിത്രത്തിൻ്റെ ചെലവ് 1200 കോടി രൂപ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഒരുങ്ങുന്ന ഒരു ഇതിഹാസ ചിത്രത്തിന് 1000 കോടി എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇന്ത്യൻ സിനിമയുടെ നേട്ടമായിട്ടല്ല, കൗതുകമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. പണം വാരിയെറിയുന്നതിനെ വളർച്ചയായി കാണാൻ കഴിയില്ല. അത്രമാത്രം. എന്താണ് മഹാഭാരതം എന്ന ചിത്രത്തിൽ പണച്ചെലവ്? 1000 കോടി രൂപയുടെ സെറ്റ് ഇടുന്നതോ? ഇന്ത്യയിൽ ബാഹുബലി പോലൊരു സിനിമ നിർമ്മിക്കാൻ ചെലവായത് 150 കോടി രൂപയാണ്. സിനിമ 650 കോടി രൂപ കളക്ഷൻ നേടി. തള്ള് അല്ലെന്നിരിക്കട്ടെ, 1000 കോടി രൂപ ചിലവിട്ട് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നിന്ന് എന്ത് ലാഭമാണ് വ്യവസായി പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യ മുഴുവൻ റിലീസ് ചെയ്താലും മുടക്കുമുതലെങ്കിലും സിനിമയ്ക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? 150 കോടി രൂപ മുടക്കി ഒരുക്കിയ ബാഹുബലിക്ക് 650 കോടി രൂപയാണ് നേടാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ 1000 കോടി ചെലവഴിക്കുന്ന മഹാഭാരതത്തിന് കുറഞ്ഞത് 2000 കോടിയെങ്കിലും കിട്ടണം. അവതാറിന് പോലും അത് കിട്ടിയിട്ടില്ല. എന്നിരിക്കെ 1500 കോടിയെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിയുമോ? മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം മോഹൻലാലിൻ്റെ പുലിമുരുകനാണ്, 150 കോടി. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രം ഇതുവരെ ജയരാജിൻ്റെ വീരമാണ്, 35 കോടി. അവിടെ നിന്നാണ് 1000 കോടിയുടെ കണക്കുകൾ വരുന്നത്. ഒരു സാധാരണ മലയാളിക്ക് 1000 കോടി എന്നത് ഒരു സംഖ്യ എന്നതിനപ്പുറം ഒരു തുകയായി കാണാൻ ബുദ്ധിമുട്ടാണ്. അണിയറയിലേക്ക് നോക്കൂ. മോഹൻലാൽ എന്ന നടനെ കേന്ദ്രീകരിച്ചാണ് സിനിമ ഒരുങ്ങുന്നത്. 5 കോടിയാണ് മോഹൻലാലിൻ്റെ പ്രതിഫലം. അതവിടെ നിൽക്കട്ടെ, ശ്രീകുമാർ എന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ ഫീച്ചർ ചിത്രമാണ്. ഒരു നവാഗതൻ 1000 കോടിയുടെ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നത് തന്നെ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അന്താരാഷ്ട്ര താരങ്ങൾ സാങ്കേതിക പ്രവർത്തകരാകുന്നു എന്ന് പറയുമ്പോഴും ആരെയും തീരുമാനിച്ചിട്ടില്ല എന്നാണ് സംവിധായകൻ്റെ മറുപടി. അപ്പോൾ 1000 കോടി എന്ത് നോക്കിയാണ് കണക്ക് കൂട്ടിയത്? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ.